ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് SCRT 9ാം സ്റ്റാൻഡേർഡിലെ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന അധ്യായം നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി പൗരരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കുന്നതും അതിലൂടെ അന്തസ്സുറ്റ ജീവിതം ഉറപ്പുവരുത്തുന്നതുമായ സംവിധാനം കൂടിയാണ്. ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ സംസ്ഥാപനത്തിനും അതിന്റെ സർവതല സ്പർശിയായ വ്യാപനത്തിനും വേണ്ടി ഭരണഘടനാ അനുസൃതം നിലവിൽ വന്ന പല സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്ഥാപനങ്ങൾ? പിന്നോക്ക വിഭാഗ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ന്യൂനപക്ഷാവകാശ കമ്മീഷൻ. പ്രസ്തുത സ്ഥാപനങ്ങളെ ഈ സ്ഥാപനങ്ങളെ ഭരണഘടനാ സ്ഥാപനമെന്നും ഭരണഘടന ഏതര സ്ഥാപനം എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും ഭരണഘടനാ ഏതര സ്ഥാപനങ്ങളെന്നും അപ്പോൾ ഈ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, അങ്ങനെ ഇതിനെയെല്ലാം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും ഭരണഘടനാ ഏതര സ്ഥാപനങ്ങളെന്നും തിരിക്കും. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പോൾ ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പോൾ ഇവയുടെ അധികാരത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഏതാണ്? ഭരണഘടനയാണ്. അപ്പോൾ ഭരണഘടന അനുസരിച്ചാണ് ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെയൊക്കെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെയാണ്? ഭരണഘടന ഭേദഗതി മൂലമാണ്. ഭേദഗതി മുഖേനയാണ് ഈ സ്ഥാപനങ്ങളുടെ ഘടന, അധികാരം എന്നിവയിൽ മാറ്റം വരുത്തുന്നത്. എന്നാൽ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് ഭരണഘടന ഏതര സ്ഥാപനങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഭരണഘടന ഏതര സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ്. ഇത് ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങൾ പിന്നെ ഏതാണെന്ന് പറയുക എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നോക്കി വെച്ചേക്കാം. പിന്നീട് ഈ ഭരണഘടന ഏതര സ്ഥാപനങ്ങൾക്ക് ആവശ്യാനുസരണം ഭരണഘടനാ പദവി ലഭിക്കാറുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം. അപ്പോൾ ഏതൊക്കെയാണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ? സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം. അപ്പോൾ ഈ ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പം ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനാ ഏതര സ്ഥാപനങ്ങളുടെയും പിന്നെ എന്താണ് അവരുടെ പങ്ക്? ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം തുടങ്ങിയ ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ഈ സ്ഥാപനങ്ങളെ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടനാ ഏതര സ്ഥാപനങ്ങൾ, അപ്പോൾ അവയെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ജനാധിപത്യ ഭരണക്രമത്തിൽ തിരഞ്ഞെടുപ്പുകൾക്ക് നിർണായക പങ്കാണ് ഉള്ളത്, അല്ലേ? ഇന്ത്യയിൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എല്ലാം ഇങ്ങനെ വായിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞു പോകാം നമുക്ക്, കേട്ടോ. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം. ഏതനുച്ഛേദമാണ്? 324 അനുച്ഛേദ പ്രകാരം 1950 ജനുവരി 25-നാണ്
നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് 1950 ജനുവരി 25. ഏത് ഭരണഘടനാ അനുച്ഛേദം വഴിയാണ് വന്നത്? 324. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുള്ളതാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25, അനുച്ഛേദം 324. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അപ്പം 3 പേരാണുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും. അപ്പോൾ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. അപ്പോൾ രാജീവ് കുമാർ ഇന്ന് മാറും, പകരം നാളെ ജ്ഞാനേഷ് കുമാറാണ് ചുമതലയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? ജ്ഞാനേഷ് കുമാർ. രാജീവ് കുമാർ ആയിരുന്നു ഇന്ന് വരെ, നാളെ മുതൽ ജ്ഞാനേഷ് കുമാറാണ്. അടുത്തത്, രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ആണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അപ്പം അത് ഏതാണോ ആദ്യം വരുന്നത് അതാണ് ഇവരുടെ കാലാവധി. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ. ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ സാധിക്കൂ. അപ്പം ഇംപീച്ച്മെന്റിലൂടെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുന്നത്. ഇംപീച്ച്മെന്റ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. ക്വസ്റ്റ്യൻ വരാം. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. എവിടെയൊക്കെയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കാര്യം പലവട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി പരീക്ഷിച്ചത്. അപ്പോൾ എവിടെയാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? 1882 പറവൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചു. ഇതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് ഈ ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ വന്നിട്ടുള്ളത്. 1882 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. ഇതുവരെ കണ്ടിട്ടില്ല, എന്നാലും ഒന്ന് നോക്കി വെച്ചേക്കുക. 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചു. ജനാധിപത്യത്തിന്റെ സംസ്ഥാപനത്തിനായി രൂപം കൊണ്ട ഭരണഘടനാ സ്ഥാപനമെന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ സുപ്രധാനമായ ചുമതലകളാണ് നിർവഹിക്കുന്നത്. ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ്. അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം: ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയ എന്താണ്? ഇംപീച്ച്മെന്റ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ് ചുമതലകൾ? വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം, പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും. അപ്പം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ പ്രസ്താവന രൂപത്തിൽ ചോദിക്കാം. അപ്പം അതിങ്ങനെ കുറെ എഴുതിയിട്ട് ഇപ്പോൾ 2-3 വോട്ടർ പട്ടിക തയ്യാറാക്കാൻ, തിരിച്ചറിയൽ കാർഡ് ലഭ്യം, അങ്ങനെ 2-3 ചുമതലകൾ കൊടുത്തിട്ട് ഇടയ്ക്ക് ഇല്ലാത്തൊരു ചുമതലയും കൂടെ കൊടുത്തിട്ട് ഇതിൽ ഏതാണ്
ഇതിന് ചുമതലയിൽ അല്ലാത്തത് എന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം നോക്കി വെച്ചേക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കി വെച്ചേക്കാം, നല്ലോണം പഠിച്ചു വെച്ചേക്കാം, നോക്കിയാൽ പോരാ. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശക പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശക പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ. എന്തൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും. തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും. എന്തൊക്കെയാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം, പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും, ചിഹ്നം അനുവദിക്കലും, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശക പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും, തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും. അപ്പോൾ ഇതൊക്കെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ. ഇനി 1950ലെയും 1951ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഈ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ചാണ് ഈ നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയിട്ടുള്ളത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തവും ഉള്ളതാക്കി മാറ്റുന്നതിനും ഉള്ള നിയമങ്ങൾ ഏതൊക്കെയാണ്? 1950ലെയും 1950ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ. ഏതൊക്കെയാണ്? 1950ലെയും 1951ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ. എന്തിനു വേണ്ടിയാണുള്ളത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തവും ഉള്ളതാക്കി മാറ്റുന്നതിന്. ഏത് വകുപ്പ് അനുസരിച്ചാണ് ഈ ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഉണ്ടായത്? 327 വകുപ്പ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ വിശദമായി തന്നെ ഈ നിയമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. നമുക്ക് ഈ വിവരങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ഈ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനപ്രാതിനിധ്യ നിയമം 1950. അപ്പോൾ 1950ലെ ജനപ്രാതിനിധ്യ നിയമം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്വങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിനും വിപുലവും സങ്കീർണവുമായ തിരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതാക്കി മാറ്റുന്നതിനും സുസംഘടിതമായ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. അപ്പോൾ ഏതൊക്കെ നിയമങ്ങളാണുള്ളത്? 1950ലെയും 1951ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ. ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഈ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. അപ്പോൾ എന്താണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിനും വിപുലവും സങ്കീർണമായ തിരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതാക്കി മാറ്റുന്നതിനും വേണ്ടിയുള്ള നിയമങ്ങൾ. 1950ലെയും 1951ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ. ഇതേത് വകുപ്പ് പ്രകാരമാണുള്ളത്? 327 വകുപ്പ്. 327 വകുപ്പ് അനുസരിച്ചാണ് ഈ നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനപ്രാതിനിധ്യ നിയമം 1950. 1950ലെ ജനപ്രാതിനിധ്യ നിയമം അതെന്താണ്? പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമങ്ങളാണ് 1950ലെ ജനപ്രാതിനിധ്യ നിയമം. അപ്പം ക്വസ്റ്റ്യൻ വരാം. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും വ്യവസ്ഥയെ ക്രോഡീകരിക്കുന്ന നിയമം ഏത് നിയമം? ഏത് നിയമം പ്രകാരമാണ്? 1950ലെ
ജനപ്രാതിനിധ്യ നിയമം. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്നാണ് ഈ നിയമം അനുശാസിക്കുന്നു. എന്താണ്? ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. ജനപ്രാതിനിധ്യ നിയമം 1950 പ്രകാരം എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണ്. നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അടുത്തത് ജനപ്രാതിനിധ്യ നിയമം 1951. ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമാണ് 1951 ജനപ്രാതിനിധ്യ നിയമം. അപ്പോൾ 1951 ജനപ്രാതിനിധ്യ നിയമം പ്രകാരം എന്താണുള്ളത്? ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമം. അതാണ് 1951 ജനപ്രാതിനിധ്യ നിയമം. ഈ നിയമത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകൾ അയോഗ്യതകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും ഈ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെക്കുറിച്ചും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. ഈ നിയമപ്രകാരം ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായി മാറണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. ആണ് 1951 ജനപ്രാതിനിധ്യ നിയമം. അപ്പൊ എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്? 1950 ജനുവരി 25 ഭരണഘടനയുടെ 324 അനുച്ഛേദ പ്രകാരം. ഇനി ദേശീയ സമ്മതിദായക ദിനം. എന്നാണ് ദേശീയ സമ്മതിദായക ദിനം? ജനുവരി 25. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. എന്നു മുതലാണ് ആചരിച്ചു തുടങ്ങിയത്? 2011 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 25. അപ്പൊ അതുകൊണ്ടാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തെ എല്ലാ വോട്ടർമാരെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളിയാക്കുന്നതിനും സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ദേശീയ സമ്മതിദായക ദിനം ആചരിക്കുന്നത്. ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. അപ്പോൾ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണ്? 73, 74. ഭരണഘടനയുടെ 243K, 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണിത് രൂപീകരിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 എന്നാണ്. 1993 ഡിസംബർ 3. ഇനി
സുകുമാർ സെൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. അപ്പൊ എന്നാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്? 1950 ജനുവരി 25. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഡിസംബർ 3. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. ഇത്രയും പഠിച്ചല്ലോ. ഇനി അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇപ്പൊ ഡിസംബർ 10 എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യാവകാശ ദിനമാണ്. മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10. മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ന്യൂഡൽഹിയാണ് കമ്മീഷന്റെ ആസ്ഥാനം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. എന്താണ് പറയുന്നത്? 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. അതും നേരത്തെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതി. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അപ്പൊ നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ്. അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ദേശീയ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. കേരളത്തിലേത് അലക്സാണ്ടർ തോമസ് നിലവിൽ. അടുത്തത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. 1993 സെപ്റ്റംബർ 28-നാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പൊ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന ഡേറ്റ് എന്നാണ്? 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28-നാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇത് പ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമം, റിപ്പോർട്ട് സമർപ്പിക്കൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, എന്നിവയും കമ്മീഷൻ രൂപീകരണം, പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ എന്നിവയും ഈ നിയമത്തിൽ നിഷ്കർഷിക്കുന്നു. ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികൾ പ്രകാരം നടപ്പിൽ വരുത്താവുന്നതോ ആയ അവകാശങ്ങളാണ് മനുഷ്യ അവകാശങ്ങൾ. അടുത്തത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ. അപ്പൊ എന്തൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്ന് നോക്കാം. മനുഷ്യ അവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച
കോടതി നടപടികളിൽ കക്ഷി ചേരുക. ഇതൊക്കെയാണ് മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുമതലകളൊക്കെ നല്ലോണം നോക്കി വെച്ചേക്കുക. കാരണം പ്രസ്താവന രൂപത്തിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ചോദിച്ചിട്ടും ഉണ്ടെന്ന് തോന്നുന്നു. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക. ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക. നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ. മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് 1993 ഒക്ടോബർ 12. ആസ്ഥാനം ന്യൂഡൽഹി. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. ആരാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്? രാഷ്ട്രപതി. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 സെപ്റ്റംബർ 28 പ്രാബല്യത്തിൽ വന്നത്. ഇത് പ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്. അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായി സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട്. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാണ് 1998 ഡിസംബർ 11. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. ഇവിടെ 3 അംഗങ്ങളാണ്. സംസ്ഥാനത്ത് 3 അംഗങ്ങളും ദേശീയ തലത്തിൽ 6 അംഗങ്ങളും അല്ലേ? ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ദേശീയ തലത്തിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയാണ് ദേശീയ തലത്തിൽ ഉള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ദേശീയ തലത്തിലാണെങ്കിലോ സുപ്രീം കോടതി. ഇവിടെ ആകുമ്പോൾ ഹൈക്കോടതി വരും. ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ഇവിടെ സംസ്ഥാനത്തിൽ ഗവർണറാണെങ്കിൽ ദേശീയ തലത്തിൽ രാഷ്ട്രപതി. ഇപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാ നിലവിൽ വന്നത്? 1993 ഒക്ടോബർ 12. അതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പിന്നെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതോ 1993 സെപ്റ്റംബർ 28. ഇത്രയും കാര്യങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. ഇനി അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല. 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും പിന്നെ ഭരണഘടന ഏതര സ്ഥാപനങ്ങളാണ് കേട്ടോ. അപ്പം എന്നാണ് വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്? 1992 ജനുവരി 31. 3 വർഷമാണ് ഔദ്യോഗിക കാലാവധി. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായി വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് ദേശീയ വനിതാ കമ്മീഷന് ഉള്ളത്. ഇപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോരി രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. വിജയ കിഷോരി രഹത്കർ. കേരളത്തിലാണെങ്കിലോ കേരളത്തിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണോ സതീദേവിയാണ് കേരളത്തിലെ. ദേശീയ തലത്തില് വിജയ കിഷോരി രഹത്കർ ആണ്. ഇനി അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക,
സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും വിവേചനങ്ങളും തടയുക, സാമൂഹിക മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. എന്നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം? മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലെ എല്ലാതരം വിവേചനങ്ങൾക്കും അതീതമായി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക തുടങ്ങിയവ ഈ ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യം വെക്കുന്നു. അപ്പൊ അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്? 1992 ജനുവരി 31. എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? ദേശീയ 1993 ഒക്ടോബർ 12. കേരളത്തിലെയോ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനോ? 98 ഡിസംബർ 11. 1998 ഡിസംബർ 11. ഇനിയുള്ളത് വനിതാ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമ നിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. ഇതൊക്കെയാണ് വനിതാ കമ്മീഷന്റെ ചുമതല. സ്ത്രീകളുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായുള്ള നിയമങ്ങൾ രാജ്യത്ത് നിലവിലുണ്ട്. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. സ്ത്രീധന നിരോധന നിയമം. സ്ത്രീധന നിരോധന നിയമം എന്നാണ് നിലവിൽ വന്നത്? 1961. 1961 സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി 1961 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനമാണ് സ്ത്രീധനം. ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അതും സ്ത്രീധനമാണ്. ഈ നിയമപ്രകാരം സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ്. സ്ത്രീധന നിരോധന നിയമം 1961. ഗാർഹിക പീഡന നിരോധന നിയമം 2005. നമ്മുടെ രാജ്യത്ത് 2006 ഒക്ടോബർ 26-നാണ് ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പൊ ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 2006 ഒക്ടോബർ 26. ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നതാണ് ഈ നിയമം. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിന്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും ഈ നിയമം ഉറപ്പുവരുത്തുന്നു. അപ്പൊ സ്ത്രീധന നിരോധന നിയമം എന്നാണ് 1961. ഗാർഹിക പീഡന നിരോധന നിയമം 2006 ഒക്ടോബർ 26-നാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14-നാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സണാണ് സതീദേവി. ദേശീയ തലത്തിൽ വിജയകിഷോരി രഹത്കർ. തിരുവനന്തപുരമാണ് ആസ്ഥാനം. കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കവയിത്രി സുഗതകുമാരി ആയിരുന്നു. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. കവയിത്രി സുഗതകുമാരിയാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. 5 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവ കമ്മീഷന്റെ ചുമതലകളിൽ പെടുന്നു.
സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14, ആസ്ഥാനം തിരുവനന്തപുരം, ആദ്യത്തെ ചെയർപേഴ്സൺ കവയിത്രി സുഗതകുമാരി. ഇനി അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. മതഭാഷ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് കമ്മീഷന്റെ സുപ്രധാന ചുമതല. 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 മെയ് 17 എന്നാണ് 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. കേന്ദ്ര ഗവൺമെന്റാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് നിർവഹിക്കാനുള്ളത്. അപ്പം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര, നിലവിലെ ചെയർമാൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. അവരുടെ ചുമതലകൾ എന്തൊക്കെയാണ്? ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക. ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലകളാണ് ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക, ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശകൾ നടത്തുകയും ചെയ്യുക. ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക തുടങ്ങിയവയാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലകൾ. ഇനി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഭരണഘടനാനുസൃതമായി ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലയാണ്. ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായി നടപടികൾ ശുപാർശ ചെയ്യുന്നത് കമ്മീഷനാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അബ്ദുൾ റഷീദാണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അബ്ദുൾ റഷീദ്. ദേശീയ തലത്തിലാണെങ്കിലോ ഇക്ബാൽ സിംഗ് ലാൽപുര. സംസ്ഥാനം അബ്ദുൾ റഷീദ്. ഇപ്പൊ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു ഭരണഘടനാ-ഏതര സ്ഥാപനമാണ്. ന്യൂനപക്ഷ കമ്മീഷൻ ഭരണഘടനാ-ഏതര സ്ഥാപനമാണ്. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഓടിച്ചൊന്ന് നോക്കാം. ഇലക്ഷൻ കമ്മീഷൻ അല്ലെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണഘടനയുടെ 324 അനുച്ഛേദ പ്രകാരം 1950 ജനുവരി 25 നിലവിൽ വന്നത്. 1950 ജനുവരി 25 ഭരണഘടന അനുച്ഛേദം 324. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. നാളെ മുതൽ ചുമതലയേക്കും. ഇന്ന് വരെ രാജീവ് കുമാറാണ്. പിന്നീട് 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ആണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽക്കാലത്തു നിന്നും നീക്കം ചെയ്യാൻ സാധിക്കൂ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ. പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കാര്യം പറഞ്ഞു അല്ലേ? എവിടെയാണ് ആദ്യമായിട്ട് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നത്? പറവൂർ
നിയമസഭാ മണ്ഡലത്തിൽ 1982 പിന്നീട് 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചു. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ. പിന്നീട് 1950 51 ജനപ്രാതിനിധ്യ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ? 1950 51 നിലവിൽ വന്ന ജനപ്രാതിനിധ്യ നിയമങ്ങൾ. പിന്നെ ദേശീയ സമ്മതിദായക ദിനം എന്നാണ് ജനുവരി 25 2011 മുതലാണ് ദിനം ആചരിച്ചു തുടങ്ങിയത്. പിന്നെ എന്താണ് പറഞ്ഞത്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ? 73 74 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നത്. 73 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ ഭരണഘടനയുടെ 243K 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണിത് രൂപീകരിച്ചിട്ടുള്ളത്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? A. ഷാജഹാനാണ് കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താണ്? സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. പിന്നെ പറഞ്ഞ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10 പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഒക്ടോബർ 12 ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നാണ് നിലവിൽ വന്നത്? 1993 സെപ്റ്റംബർ 28. പിന്നീട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചുമതലകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1998 ഡിസംബർ 11. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. പിന്നെ ദേശീയ തലത്തിലാകുമ്പോൾ 6, ഇതിന്റെ ഇരട്ടി വരും. വിരമിച്ച ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും അധ്യക്ഷൻ. മറ്റടുത്താകുമ്പോൾ സുപ്രീം കോടതി. ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ദേശീയ തലത്തിൽ രാഷ്ട്രപതി. ഇനി അടുത്ത ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചാണ് പിന്നെ പറഞ്ഞത് അല്ലേ? ദേശീയ വനിതാ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1992 ജനുവരി 31. ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറി ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാനത്ത് വരുമ്പോൾ ആരായിരിക്കും? സംസ്ഥാന സർക്കാരാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. പിന്നീട് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ദേശീയ വനിതാ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹി. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. പിന്നീട് അതിന്റെ ചുമതലകളെ കുറിച്ച് പഠിച്ചു. പിന്നെ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26 പിന്നെ അവതരിപ്പിച്ചത് 2005 നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14. അതിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കവയിത്രി സുഗതകുമാരി ആയിരുന്നു. പിന്നെ അതിന്റെ കാലാവധി എന്നാണ്? 5 വർഷം ആണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. പിന്നീട് പഠിച്ചത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ്. ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 1993 മെയ് 17. കേന്ദ്ര ഗവൺമെന്റാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. പിന്നീട് അവരുടെ ചുമതലകളെ കുറിച്ച് പഠിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 2013. ദേശീയ തലത്തിൽ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര, കേരളത്തില് അബ്ദുൾ റഷീദ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇനി കുറെ കൂടെ ഉണ്ട്, അതിനടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതെല്ലാം ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോയില്ലേ നിങ്ങൾ? ഓക്കെ.